സ്ട്രീമർ ആദ്യം തന്നെ ഞാൻ പറയാം, സ്ട്രീമർ ഗെയിമർ രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോഴും മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. സ്ട്രീം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്ത് എന്ത് വേണം സ്ട്രീം ചെയ്യാം. നിങ്ങൾക്കൊരു കുക്കിംഗ് ചാനൽ ഉണ്ടെങ്കിൽ കുക്ക് ചെയ്യുന്നത് സ്ട്രീം ചെയ്യാം. കടയിൽ ചൈനീസ് വീഡിയോ, ജാപ്പനീസ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനകത്തൊക്കെ അവർ കടയിലെ സാധനങ്ങൾ വിൽക്കുന്നതും മറ്റേ അത് ചെയ്യുന്നതും ഇത് ചെയ്യുന്നതും ഒക്കെ സ്ട്രീം ചെയ്യാറുണ്ട്. ഇത് രണ്ടും രണ്ടാ. ഗെയിമിംഗ് സ്ട്രീമും നോർമൽ സ്ട്രീമിങ്, IRL സ്ട്രീമിങ് ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. മനസ്സിലായോ? ഇതിനകത്ത് ഇത് വന്നപ്പോൾ കോമൺലി ഗെയിമിംഗ് സ്ട്രീം, ഗെയിമർ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ MRC ഇഷ്യൂ വന്നപ്പോൾ എല്ലാവരും ജനറലൈസ് ചെയ്യുന്ന ഒരു കാര്യം. ഈ ജനറലൈസേഷൻ ചെയ്തതിൻ്റെ ഉള്ളൊരു ഭവിഷ്യത്ത് നേരിടേണ്ടി വന്ന എന്നെ പോലത്തെ കുറച്ച് ആൾക്കാരൂടെ ഉണ്ട്. ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നപ്പം ഞാൻ പറയാമല്ലോ, ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വരുന്ന ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്തതുകൊണ്ട് ഫേസ് ക്യാം ഒക്കെ ഇട്ടും അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്തും ഇടുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയണില്ല. അത് അവരുടെ ചിലപ്പം ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന അങ്ങനത്തെ കുറേ ചാനലുകളാണ്. ഈ ചാനലുകൾക്കൊക്കെ ഈ പറയണത് പോലെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പബ്ലിക് ഗ്രൂപ്പുകളും കുറേ പബ്ലിക് സാധനങ്ങളും ഉണ്ട്. ഈ സാധനത്തിൽ ഇങ്ങനൊരു ഇഷ്യൂ വന്നപ്പം ഇതിൽ എനിക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഇവൻ കുറേ പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതാ, ഇവൻ കോളേജ് പരിപാടികൾക്കൊക്കെ പോകുന്നതാ. ഇവരെയൊക്കെ പോലെ മറ്റേ ഇനാഗുറേഷൻ, ഞാൻ പബ്ലിക് ഇനാഗുറേഷൻസ് ഒന്നും ചെയ്യാറില്ല. എനിക്ക് എത്രയൊക്കെ ആൾക്കാർ ഓഫർ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയുന്ന ഒറ്റ കാര്യം ഇതാണ്, ഞാൻ അങ്ങനെ ഇനാഗുറേഷൻ വരാറില്ല. എനിക്കത് മടിയാകായി സത്യം പറഞ്ഞാൽ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു നോർമലി ഒരു ഗെയിമർ ആയിട്ടുള്ള ഒരാൾ ഒരു സ്ഥാപനം പോയി ഇനാഗുറേറ്റ് ചെയ്യാൻ എനിക്കതിന് അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോഴും. കാരണം ഒരാൾ ഒരു നല്ല സംരംഭം തുടങ്ങുമ്പോൾ അതിനകത്ത് അർഹതയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അവർക്ക് റീച്ച് കിട്ടുന്ന ആൾക്കാരെ കൊണ്ടുവരുന്നതിനോട് എനിക്ക് പോയി ചെയ്യാൻ അത് തോന്നിയിട്ടില്ല. ഞാൻ അതുകൊണ്ട് അങ്ങനെ കട ഉദ്ഘാടനം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഒഫൻസോടെ അതൊരു ഹാക്കേഴ്സ് അക്കാഡമി, അത് ആ ഒരു സാധനം അതിൻ്റെ ഇനാഗുറേഷൻ അല്ലായിരുന്നു. അവരുടെ പുതിയൊരു ഇത് വന്നപ്പം അവർ നമ്മുടെ അടുത്തൊരു കൊളാബായിട്ട് വന്നപ്പോൾ ഞാൻ ആകെ ചെയ്തിട്ടുള്ളൊരു സാധനം അതാണ്. കാരണം അത് ടെക് റിലേറ്റഡ് ആയിട്ട് നമുക്ക് റിലേറ്റഡ്, അല്ലാതെ നേരെ പോയി എനിക്കൊരു തുണിക്കട ഇനാഗുറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് നേരെ പോയിട്ട് ഒരു ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ ഒരു അങ്ങനത്തെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലാത്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി വെച്ചിരുന്ന ഒരു കാര്യമാണ്. നിന്നെ എല്ലാവരും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അന്നേരം ഇവർ ഇതിലായിട്ട് ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞായിരുന്നു, ഇവൻ ഇങ്ങനെ പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതാ, ഇവൻ ഷോസിനൊക്കെ കോളേജിൽ പോകുന്നതാ, അത് ചെയ്യുന്ന ഇത് ചെയ്യുന്ന. അതെ, ഞാൻ 8 വർഷമായിട്ട് ഞാൻ സ്ട്രീം ചെയ്യുന്ന ഒരാളാണ്. 8 വർഷമായി, 9ാമത്തെ വർഷമാവുന്നു. 9 വർഷത്തിൽ സ്ട്രീം ചെയ്തതിൽ പബ്ലിക് അപ്പിയറൻസസ് ഞാൻ ചെയ്തു തുടങ്ങിയത് ഒരു 2 വർഷം മുമ്പ് തൊട്ടാണ്. അതായത് കോളേജുകളിൽ മറ്റേ പരിപാടികൾക്ക് പോവുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബാൻഡ് തുടങ്ങി, ഈ ബാൻഡിന് വേണ്ടി പെർഫോം ചെയ്യുക, കോളേജസിൽ പോവുക, ഇതാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഇവർക്കെല്ലാം അറിയേണ്ടത്, ഇതിനകത്ത് ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് പെമ്പിള്ളാരെ അബ്യൂസ് ചെയ്യുന്നുണ്ടോ, പെമ്പിള്ളാരെ വളയ്ക്കാൻ നോക്കുന്നുണ്ടോ, അവരുടെ നമ്പർ മേടിക്കുന്നുണ്ടോ അല്ല. ഞാൻ എൻ്റെ ഒരു കാര്യം ക്ലിയർ കട്ടായിട്ട് ഞാൻ ഫേസ് ക്യാം ഓണാക്കി വെച്ച് ഞാൻ പറയുവാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് 150 പുറത്ത്, പത്തനംതിട്ട തൊട്ട് പാലക്കാട് വരെയുള്ള 150 തൊട്ട് 200 കോളേജുകളിൽ, 150 മുകളിൽ കോളേജിൽ പരിപാടിക്ക് പോയിട്ടുണ്ട്. അതിലൊരു 50 കോളേജിന് മുകളിൽ ഞാൻ ഷോസ് ചെയ്യാൻ പോയിട്ടുണ്ട്, പാട്ട് പാടാൻ, മ്യൂസിക് ഷോസ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു പെങ്കൊച്ചോ ആരെങ്കിലും വന്ന് പറയുവാണ് ഞാൻ ഇതുപോലെ എന്തെങ്കിലും പോക്രിത്തരങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പരിപാടി ഇവിടെ നിർത്തും. ഞാൻ ഇത് പബ്ലിക്കായിട്ട് ഞാൻ ഇത്രയും പേരുടെ മുമ്പിൽ, ആരും എന്നെ പറ്റി രഹസ്യാന്വേഷണം നടത്തണ്ട, എന്നോട് ചോദിച്ചാൽ മതി. അങ്ങനെ ഒരു അലിഗേഷൻ എൻ്റെ പേരിലുണ്ടെങ്കിൽ, അപ്പം ഒരു പ്രശ്നം നടക്കുമ്പോൾ ജനറലൈസ് ചെയ്ത് പറയരുത്. എല്ലാവന്മാരും മറ്റേ പെണ്ണുടിയന്മാരാണ്, എല്ലാവന്മാരും മറ്റേ അതാണ് ഇതാണെന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് മറ്റേ ജനറലൈസ് ചെയ്ത് പറയുന്നതിൽ കാര്യമുണ്ട്. നമ്മുടെ സ്ട്രീം അത്രയ്ക്കും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല. നമ്മുടെ സ്ട്രീമിൽ എനിക്ക് പറയാൻ പറ്റും, ഇതിനകത്ത് നമ്മുടെ അകത്തുള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഗ്യാങ്ങും അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് വൾഗാരിറ്റി ഉള്ള വേർഡ്സ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ യൂട്യൂബിൽ 18+ കാറ്റഗറിയിൽ സ്ട്രീം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു കോണ്ടന്റ് പോലും യൂട്യൂബിലാണെങ്കിലും കിക്കിലാണെങ്കിലും എൻ്റെ ഒരു കോണ്ടന്റ് പോലും മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സാധനമേ അല്ല. എല്ലാം 18+ മുകളിൽ നമ്മൾ ടൈറ്റിലടക്കം സ്ട്രീം ചെയ്തിരിക്കുക. ആ കാര്യത്തിൽ ശരിയാ, ഈ ആൾക്കാർ പറയണത് ശരിയായിരിക്കും. ഈ പറയണതുപോലെ ലാംഗ്വേജസിൽ പലവട്ടം നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആയിപ്പോയിട്ടുണ്ട്, അത് പലവട്ടം വൾഗറായിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് ആ കാര്യം പറഞ്ഞ് അഡ്രസ്സ് ചെയ്യുന്നതിൽ ഓക്കെയാണ്, എനിക്ക് പ്രശ്നമില്ല. അത് പലവട്ടം മോസ്റ്റ് ഓഫ് ദ സ്ട്രീമേഴ്സ് ആണെങ്കിലും എല്ലാവരും, ഞാൻ അതിലും ജനറലൈസ് ചെയ്യുന്നില്ല, അതും ചെയ്യാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബ്രോ. കോളേജിൽ പോകുന്നതോ അല്ലെ പരിപാടി ചെയ്യാൻ പോകുന്നതോ എല്ലാവരും ഇങ്ങനെയാണെന്നുള്ളൊരു തോട്ട് അത് മറ്റേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എൻ്റെ പേരിൽ അങ്ങനെ ഒരു അലിഗേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതിനു മുമ്പ്
അൻവിന്റെ ഇഷ്യൂ വന്നപ്പം എല്ലാവർക്കും ആദ്യം എല്ലാവർക്കും അറിയേണ്ടത് എൻ്റെ പേരിൽ പെണ്ണേഴ്സ് ഉണ്ടോന്നായിരുന്നു. ആദ്യം എല്ലാവരും വന്നിട്ട് ഡോക്ടർ ഡ്രേക്കും അൻവിനും ഇവരുടെ എല്ലാം ഈ വീഡിയോക്കകത്ത് എൻ്റെ പ്രൊഫൈൽ പബ്ലിക്കലി പോസ്റ്റ് ഇട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പുള്ളിയെ പറ്റി അലിഗേഷൻ ഉണ്ടോ എന്നുള്ള രീതിയിൽ 5-6 വട്ടം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ. 5-6 വട്ടം പോസ്റ്റ് ചെയ്തിട്ട് ഞാനത് സ്വന്തമായിട്ട് റീഷെയർ ചെയ്തവനാ. അതാ എൻ്റെ കോൺഫിഡൻസ്. അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. എനിക്ക് അതായിരുന്നു എൻ്റെ കോൺഫിഡൻസ്. അതിന് മുകളിലൊന്നും പറയാനില്ല. എന്തെങ്കിലും ഒരു സാധനം വരുമ്പോൾ ഗൈസ് വലിച്ചിടാം. പിന്നെ ഞാൻ ഇത് മെയിനായിട്ട് അഡ്രസ്സ് ചെയ്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ GTA കാണുന്നതല്ലാത്ത മെയിൻ ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്. അവർ ഈ തൊപ്പിയുടെ ലൈവിലും ഷമീറിന്റെ ലൈവിലും ഒക്കെ പോയിട്ട് ഈഗിൾ ഇഷ്യൂ എന്ന് പറഞ്ഞ് സ്പാം ചെയ്യുമ്പോൾ ഇത് കാണുന്ന ഈ ഗെയിം ഒന്നും കാണാത്ത നോർമൽ ഓഡിയൻസ് ഉണ്ട്. അവർ വിചാരിക്കും എനിക്കിതിൽ എന്തോ ഇൻവോൾവ്മെന്റ് ഉണ്ട്, ഞാനുമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളൊരു സാധനമുണ്ട്. മനസ്സിലായ? അവർക്കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത്. അപ്പൊ അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് എൻ്റെ എന്തോ പ്രശ്നമുണ്ട്. ഗൈസ്, ഈ MRC എന്ന് പറയുന്ന ഗ്യാങ്ങിന് ഞങ്ങളുടെ ഗെയിമിനകത്തും ഗ്യാങ് ഉണ്ട്. ആ ഗെയിമിൽ ഇഷ്യൂ ആണ് അവർ ഈ പറയുന്ന സാധനം. പിന്നെ അതുപോലെ തന്നെ തൊപ്പി ലൈവ് വന്നപ്പോൾ തൊപ്പിയുടെ ലൈവില് ഈ കൂടിപ്പോയ ഷെമീർ എടുത്തു വെച്ച് കാണിക്കാൻ പോണത് ഹനാൻഷായെ അപരാധിക്കുന്നതും ഈഗിളിനെ അപരാധിക്കുന്നതും ഒക്കെ ആണെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അടുത്ത ദിവസം ഷെമീറിന്റെ ലൈവില് വീണ്ടും ഈഗിളിനെ പറ്റി പറഞ്ഞോ എന്നുള്ളൊരു സാധനം വീണ്ടും വന്നു. മനസ്സിലോ? അങ്ങനത്തെ സാധനമാണ്. അതുകൊണ്ടാണ് തെളിവുണ്ടാവണം എന്നോട് പറയണേ ബ്രോ. അതേ പറഞ്ഞേ, അലിഗേഷൻ കൊണ്ടുവരുമ്പോ എന്റെ സൈഡിൽ ഒരു തെളിവുണ്ടാണ്. അല്ലെ ചുമ്മാ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അടുത്ത് ഞാൻ ചെയ്തതാണെന്ന് തെളിയിക്കണം. മനസ്സിലായ? ചുമ്മാ ആർക്ക് വേണമെങ്കിലും ആരുടെ പേരിലും വന്ന് പറയാം. നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇമാതിരി പരിപാടികൾ ചെയ്യാം. കാരണം എനിക്കറിയാം കഴിച്ചു, ഞാൻ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഇപ്പം എൻ്റെ വൈഫും കുഞ്ഞും എൻ്റെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പരിപാടി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടുന്ന് വലിയണം എന്നുള്ളൊരു താല്പര്യത്തിലാണ് ഞാൻ ഇറങ്ങുന്നത്. കാരണം 1.5 മണിക്കൂർ ഷോ ഞാൻ ഈ ഫിറ്റ്നസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് ഈ ഡാൻസ് ഒക്കെ കളിച്ച് പാട്ട് പാടി കഴിയുമ്പോഴത്തേക്കിന് ഞാൻ വടിയാവും. എനിക്ക് എവിടെയെങ്കിലും പോയിന്ന് കിടന്നാൽ മതി എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ അവിടുന്ന് വരുന്നത്. മനസ്സിലായത്? അപ്പോൾ അങ്ങനെയാണ് മോസ്റ്റ്ലി ഞാൻ തിരിച്ച് എപ്പോഴും കോളേജസിൽ നിന്ന് വരാറുള്ളത്. പിന്നെ എനിക്ക് ഉറപ്പാ കേസില്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. കാരണം നമ്മൾ പരിപാടി ചെയ്ത കോളേജുകളിലൊക്കെ പിള്ളേർ അത്രത്തോളം സാറ്റിസ്ഫൈഡും അത്രത്തോളം നല്ല ഫീഡ്ബാക്കും എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കത് 100% ഉറപ്പാണ്. മനസ്സിലായ? എനിക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ആരെയും തെളിയിക്കേണ്ട. പിന്നെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട് കേസ്. ഈ കാര്യം പറയേണ്ട ടൈമായി, അതുകൊണ്ട് ഞാൻ പറയുക. ചില ആൾക്കാർ നമ്മുടെ ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഈ സ്ട്രീമേഴ്സ് ഗെയിമേഴ്സ് എന്നുള്ള ഡിഫറൻസിയേഷൻ കൊണ്ടുവന്നിട്ട് ഈ RP കളിക്കുന്നതും RP കളിക്കുന്ന ആൾക്കാരൊന്നും സ്ട്രീമർ ലെവലിൽ വരുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ അവർ ഗെയിമേഴ്സ് അല്ല എന്നാ പറയുന്നത്. അല്ല, എനിക്ക് മനസ്സിലാവണില്ല. ഇത് ഗെയിം അല്ലേ? ഇത് ഗെയിം തന്നെയാണ്. നമ്മുടെ ഇഷ്ടമാണ്. അത് അവരവരുടെ ഇഷ്ടമാണ്. ആർക്ക് വേണം അവർക്ക് ഇഷ്ടമുള്ള ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ ഇതൊരു ഗെയിമാണ്. GTA 6 ഒരു ഗെയിമാണ്. അത് സ്ട്രീം ചെയ്യുന്നവൻ ഗെയിമർ അല്ലെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഇവരെല്ലാവരും കണ്ടിട്ടുള്ളത് GTA സ്ട്രീം മാത്രമാണോ? ഓക്കെ, ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ എൻ്റെ അടുത്ത് പറയണം കേട്ടാ. ഇത് കണ്ടോ, Rainbow Six Siege. ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇവിടെ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് GTA 5 ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ പ്ലേ ടൈമാണിത്. Rainbow Six Siegeന്റെ പ്ലേ ടൈമാണ് എൻ്റെത്. 1272 മണിക്കൂർ ഒരു അക്കൗണ്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ എന്ത് ഇവനുണ്ടോ? കീരി ഉണ്ടോ? കീരി നിനക്കറിയാം ഇതാണോടാ എന്റെ പ്ലേ ടൈം? എങ്ങനെ പോലും ഒരു 2500 മണിക്കൂറിന് മുകളിലില്ലേ? 2 അക്കൗണ്ട് ഉണ്ട് എനിക്ക്. 2500 മണിക്കൂറിന് മുകളിൽ ഗ്രൈൻഡ് ചെയ്ത് PUBG മൊബൈലിന് മുമ്പ് ഈ ഗെയിം കളിച്ചു തുടങ്ങിയവനാ ഞാൻ ഇവിടുന്ന് തുടങ്ങിയതാ. എന്റെ വാലറന്റിന്റെ പ്ലേ ടൈം എത്ര ഉണ്ട്? വാലറന്റ് ഗൈസ് മിനിമം 1500-2000 മണിക്കൂറുണ്ട് മിനിമം വാലറന്റിന്റെ. ഫ്രം ദ സ്ക്രാച്ച് ഞാൻ എൻ്റെ ലൈവില് ബ്രോൺസിൽ പ്ലേസ് ആയിട്ട് അവിടുന്ന് ഇമ്മോർട്ടൽ അടിച്ചാണ് ഞാൻ നിർത്തിയത്. പിന്നെ സ്റ്റോറി മോഡ് ഗെയിംസ് ചിലതൊന്നും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ശരിയാ, ചിലതൊന്നും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ബട്ട് സ്റ്റിൽ സ്റ്റോറി മോഡ് ഗെയിംസ് ഞാൻ കളിക്കാറുണ്ട്, സ്ട്രീം ചെയ്യാറുണ്ട്. ഞാൻ ഓരോരോ ചെറിയ ഗെയിംസുകൾ സ്ട്രീം ചെയ്യാറുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ PUBG മൊബൈലിന്റെ ഒരു സെനാറിയോ പറയാം ഗൈസ്. PUBG മൊബൈൽ, PUBG PC ഏകദേശം PUBG PC എത്രയായി നോക്കട്ടെ ഞാൻ. PUBG PC എത്രയായി? ഇതൊക്കെ കളിക്കുന്ന നമ്മള് ഗെയിമർ അല്ല എന്ന് പറയണ 821 മണിക്കൂറായി. PUBG PC ഫൈനൽസ് എന്ത് 169 മണിക്കൂർ. ഇതെല്ലാം ഞാൻ ഗ്രൈൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ഗ്രൈൻഡ് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴാണ് ഗൈസ് ഇത് മനസ്സിലാക്കിയത്? നിങ്ങളുടെ അടുത്തുള്ള ഒരു കാര്യം പറയാം. ഞാൻ ഒറ്റ ഗെയിമിൽ ഡിപ്പെൻഡ് ചെയ്ത് സ്ട്രീം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതായത് PUBG മൊബൈൽ മാത്രം. പെട്ടെന്ന് ഒരു ദിവസം വന്ന് ആ ഗെയിം ബാൻ ആയപ്പം
ഇല്ലാണ്ടായിപ്പോയി. അതായത് 5 പൈസ പോലും കയ്യിലെടുക്കാനില്ലാതെ. കാരണം അന്നൊന്നും വലിയ വലിയ സാലറിയും വലിയ വലിയ ഇതൊന്നും മേടിക്കുന്നവനല്ലായിരുന്നു. വളരെ ചെറിയ ഇതിൽ ഫാമിലിയൊക്കെ സെറ്റിലപ്പ് ആക്കി പഠിത്തത്തിന്റെ കാര്യം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചാനൽ തുടങ്ങിയതാണ് ഞാൻ. മനസ്സിലായ? ആ സമയം തൊട്ട് സ്ട്രീം ചെയ്തതാ. പബ്ജി മൊബൈൽ ആണെങ്കിൽ പോലും പബ്ജി മൊബൈലിലൊക്കെ എൻ്റെ ഗെയിമിംഗ് അവേഴ്സ് എത്രയാണെന്ന് എൻ്റെ ലൈവ് കാണുന്നവർക്ക് അറിയാം ഗൈസ്. ഒരു മാസം 4000 5000 ഗെയിംസാണ് കളിക്കണം ഞാൻ. 5000 മാച്ചസ് കളിക്കും പബ്ജി മൊബൈലിൽ പോലും, അന്ന് തൊട്ട് ഇന്ന് വരെ. ഇപ്പൊ സിമുലേറ്റർ ഗെയിംസുകൾ സ്ട്രീം ചെയ്യാറുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും ആർപിക്കാണ് നമുക്ക് മെയിൻ വാച്ചിങ് ഉള്ളത് എന്ന് കരുതി ആർപി കളിക്കുന്ന ഒരു ഗെയിമേഴ്സ് അല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതെല്ലാം ചെയ്യുന്ന എബിറ്റ് ബീസിനെ പോലത്തെ സ്ട്രീമേഴ്സിനെ നമ്മൾ ഒരിക്കൽ പോലും താറ്റി പറഞ്ഞിട്ടില്ല എൻ്റെ ലൈവിലുണ്ടോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ അവരെയൊക്കെ പറ്റി എപ്പോഴും നല്ലത് മാത്രമേ എൻ്റെ ലൈവിൽ പറഞ്ഞിട്ടുള്ളൂ. സോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്, അതുണ്ട് ഇതുണ്ട്. സോ അപ്പോൾ അത് ചെയ്യുന്നതിൽ തെറ്റാണെന്ന് പറയില്ല. ഇവരെയൊക്കെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുവാണ്, ഞാൻ ഇവരെ ഇൻസൾട്ട് ചെയ്തോ അല്ലെങ്കിൽ ഇവരെ ഇതാക്കിയോ പറയുമ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യുന്നതിൽ ഇതുണ്ട്. ഞാനൊരു PC മേടിച്ച ഉടനെ RP കളിക്കാനല്ലേ ബ്രോ? എനിക്ക് ഇത് മാത്രമല്ല ജോലി. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു ഗ്രാഫിക് ഡിസൈനറാണ്. എനിക്ക് എൻ്റെ അല്ലാത്ത വർക്കുകൾ ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ്. എക്സ്ലാൻഡിസിലുള്ള 2-3 പേരും ബാക്കിയുള്ളവരും ഒക്കെ കൂടി ചേർന്നാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് നല്ലൊരു റിഗ് മേടിക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി. അത് ഗെയിം കളിക്കാനും RP കളിക്കാൻ വേണ്ടി മാത്രമാണെന്ന് നിങ്ങളുടെ അടുത്ത് ആരാ പറയണേ? ഇത് RP ഞാൻ എന്തെങ്കിലും സ്റ്റോറി ഇട്ടാ, ഞാൻ എന്തെങ്കിലും ഒരു സാധനം കാശ് കൊടുത്ത് മേടിച്ച് സ്റ്റോറി ഇട്ടാ ഉടനെ അവർ പറയും ഇത് RP കളിക്കാൻ എന്തിനാ, ഇത് മൗസ് പുതിയത് മേടിച്ചാൽ പറയും RP കളിക്കാൻ എന്തിനാ ഇത്. ഞാനൊരു എക്സ്പെൻസീവ് മൗസോ ഞാനൊരു എക്സ്പെൻസീവ് കീബോർഡോ മേടിച്ചാൽ ഉടനെ പറയും RP കളിക്കാനല്ലേ. ഞാൻ RP മാത്രമല്ല കളിക്കുന്നത്, നിങ്ങളിത് കാണുന്നില്ല. പിന്നെ വെളിയിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ പറയണമെന്ന് പറഞ്ഞാൽ എന്നെ എല്ലാവർക്കും അറിയപ്പെടുന്നത് റിയാക്ഷൻ സ്ട്രീമർ ആയിട്ടാണ്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കോണ്ടന്റ് ഉണ്ടാക്കാത്ത ഒരു സാധനമാണ്. നമ്മൾ ആണ്ടിൽ ഇപ്പോൾ വല്ലപ്പോഴും ഒക്കെ വന്ന് വീക്കിലി ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഇരുന്നത്, അതിനകത്ത് വേറെ കുറെ അവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫേസ് ക്യാം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഞാൻ തൊലിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. അതിനകത്ത് എൻ്റെ ഫേസ് ക്യാം എടുത്ത് ഏതോ റാൻഡം വീഡിയോയിൽ കട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഇത് പോസ്റ്റ് ചെയ്തിട്ട് എന്താ പറയാ, പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും വന്നിട്ട് പറയും ഫേക്ക്, ഇവന്റെ റിയാക്ഷൻ കണ്ടാലേ അറിയാം ഇവ ഫേക്ക് ആയിട്ട് ചിരിക്കുന്നതാണെന്ന്. എന്നിട്ട് അതിനകത്ത് ഒരു കാര്യമില്ലാതെ എന്നെ മെൻഷൻ ചെയ്ത് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും. ഇത് കുറെ നാളായിട്ട് നടക്കുന്ന കാര്യമായി സത്യമായിട്ടും. നിങ്ങൾ ഷോർട്സിലാകും ഏറ്റവും കൂടുതൽ. നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ഇതൊന്നും കോപ്പിറൈറ്റ് ഒന്നും ഞാൻ ആരുടെയും ചാനലിൽ അടിച്ചു കൊടുക്കാറില്ല. ഞാൻ ആരെ അടിച്ചു കൊടുക്കാറില്ല കോപ്പിറൈറ്റ് ഒന്നും. മനസ്സിലായോ? ഞാൻ അടിച്ചു കൊടുക്കത്തേ ഇല്ല. അങ്ങനെ കോപ്പിറൈറ്റ് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ, എക്സ്ട്രീം നമ്മുടെ വൾഗാരിറ്റി അങ്ങനെയൊക്കെ വന്ന സാധനങ്ങളിൽ മാത്രമേ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഞാനിങ്ങനെ റിയാക്ഷൻസ് ഇതൊക്കെ ചെയ്യുന്നത്. ബ്രോ, ഞാനൊരു ഗെയിമറാണ് പണ്ട് തൊട്ടേ. ഞാൻ എൻ്റെ എല്ലാ കാര്യം എത്ര നേരം നിങ്ങൾ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഓഡിയൻസിന് മാത്രമേ അറിയത്തുള്ളൂ. ഇവരൊക്കെ വിചാരിക്കുന്നത് ലൈവ് ഓണാക്കുന്ന സമയത്ത് മാത്രം കമ്പ്യൂട്ടറിന് മുമ്പിൽ വരുന്ന ഒരുത്തനാണെന്ന്. നിങ്ങൾക്ക് എൻ്റെ കൂടെ TV-യിലുള്ള ബാക്കിയുള്ള എത്ര പേരുടെ ലൈവിൽ നിങ്ങൾ ഓഫ്ലൈനിൽ എന്നെ പല ഗെയിമുകളിലും കണ്ടിട്ടുണ്ട്. പബ്ജി ഉണ്ടായിരുന്ന സമയത്ത് ഫുള്ള് ഞാൻ ലൈവ് ഇടത്തേ ഇല്ലായിരുന്നു, എൻ്റെ കൂടെ ഉള്ളവരെ കൊണ്ട് ലൈവ് ഇടിപ്പിക്കുമായിരുന്നു. പബ്ജി അല്ല, വാലറന്റ് ചെയ്തപ്പം, പബ്ജി സ്ട്രീം ചെയ്തപ്പം കോച്ചിന്റെ കൂടെ എല്ലാവരുടെയും കൂടെ. ഇപ്പോഴാണെങ്കിൽ പോലും വെളുപ്പിന് 7 മണി 8 മണി വരെ ഗോകുവിന്റെ കൂടെ ഞാൻ ഈ സ്റ്റിയറിംഗും പിടിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കും. മനസ്സിലായ? ഈ സ്റ്റിയറിംഗ് പിടിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കും. ഞാൻ മെയിൻ ആയിട്ട് എനിക്ക് വാച്ചിങ് വരുന്ന ഗെയിം RP ആണെന്ന് വിചാരിച്ച് RP കളിക്കുന്നവരൊന്നും ഗെയിമേഴ്സ് അല്ല എന്നൊക്കെ പറഞ്ഞ എന്താ? ഇതിനകത്ത് മണിക്കൂറുകൾ ഗ്രൈൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കുന്ന ഈച്ച് ആൻഡ് എവരി വൺ എല്ലാവന്മാരോടും പറയും, എടാ ഇതൊരു ഫ്യൂച്ചർ ഇല്ലാത്ത ഗെയിമാണ്. നിങ്ങൾ ഇതിൽ സമയം കളയുന്ന സമയത്ത് കോമ്പറ്റീറ്റീവ്. ഇവിടെ ഹരി ഉണ്ടല്ലോ, ഹരി നിന്റെ അടുത്തൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമല്ലേ ഹരി? ഞാൻ നമ്മുടെ IG-യിലായിട്ട് നിൽക്കുന്ന അവൻ ഇതിനകത്ത് ഗ്രൈൻഡ് ചെയ്താൽ എന്റെ ടീമിനാണ് എനിക്ക് ഉപകാരം. പക്ഷെ ഞാൻ ഇവന്മാരത്തൊക്കെ എപ്പോഴും പറയുന്നത് ഇവിടുത്തെ ഇപ്പൊ ലാസ്റ്റ് മീറ്റിംഗ് വിളിച്ചപ്പോൾ കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇതൊരു ഫ്യൂച്ചർ ഇല്ലാത്ത ഗെയിമാണ്, ഇതിനകത്ത് ഓവർ ടൈം സ്പെൻഡ് ചെയ്യരുത്. ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ എനിക്ക് ഇതിനകത്ത് PvP കളിക്കാൻ വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് രാപ്പകൽ ഇരിക്കാൻ താല്പര്യമില്ല. പക്ഷെ ഞാൻ ഈ പറയണത് പോലെ ഈ ഒരു ഗെയിം അല്ലെങ്കിൽ RP മാത്രം സ്ട്രീം ചെയ്യുന്ന ഒരു സ്ട്രീമേഴ്സ് അല്ല. എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രോ അതൊക്കെ? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കുറെ ആൾക്കാർ പിന്നെ റെഡിറ്റിലും അതിലൊക്കെ കുറെ പോസ്റ്റുകൾ വന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തോടെ ഞാൻ ഇത്ര ഇതായിട്ട് ഇത് ഇഗ്നോർ ചെയ്താൽ ചിലപ്പോൾ പേടിയാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തു വരുമോ എന്നുള്ള പേടി ഉണ്ടെന്ന് പറയും. അങ്ങനെ ഒരു പേടി എനിക്കില്ല ബ്രോ, അങ്ങനെ ഒരു പേടി എനിക്കില്ല. അതുകൊണ്ടാണ് ഇത് വന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പം നിങ്ങൾ കുറച്ച് അന്വേഷിച്ച് നോക്ക്. നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതൊക്കെ കണ്ടുപിടിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. അത് ഞാൻ ധൈര്യത്തോടെ പറയും.
പിന്നെ ഈ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഇവിടെയുള്ള ബാക്കി എല്ലാവരും ഇവിടെയുള്ള ബാക്കി RP കളിക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്കെല്ലാം ഇൻഡിവിജ്വലി ഓരോരോ കഴിവുകളുണ്ട്. ഇപ്പൊ നോക്കിയാൽ മതി, അപ്പുക്കുട്ടൻ നല്ലൊരു എഡിറ്ററാണ്, ഇവിടെ കോച്ചുണ്ട്, ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് കളിച്ച ആളാണ്, വെറുതെ 5 ഒന്നും കൊണ്ട് ഇരിക്കുമല്ല, ഇവിടെ RP തന്നോണ്ടിരിക്കുമല്ല. കേരളത്തിലെ വൺ ഓഫ് ദ ടോപ്പ്, കേരളത്തിലെ ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് പബ്ജി പ്ലെയർ എന്ന് പറയാം. ടോപ്പ് പബ്ജി പ്ലെയർ. ഇപ്പൊ കൂടെ പ്രാക്ടീസ് പെട്ടതാ പറ. ഇപ്പം ഒരു ടൂർണമെന്റ് അവർ ക്വാളിഫൈ ആയിട്ട് വരുന്നതേ. നിങ്ങൾക്ക് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നവന്മാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളന്മാരെന്ന്. ആർക്ക് വേണ്ടി? നിങ്ങൾക്കോ? എടാ നമുക്ക് വേണ്ടി. ഞാൻ കണ്ടന്റ് ഉണ്ടാക്കുന്ന എനിക്ക് വേണ്ടി. എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്ന പൈസക്ക് വേണ്ടി, അല്ലാതെ മറ്റേ നിങ്ങൾക്ക് വേണ്ടിയല്ല കോണ്ടന്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല. നല്ല കോർപ്പറേറ്റ് ജോലിയോ അല്ലെങ്കിൽ നല്ല ബിസിനസ് ഉണ്ടായിട്ട് ഫെയിമിന് വേണ്ടി ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ മജോറിറ്റി ഓഫ് ദ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിനകത്തുനിന്ന് കിട്ടുന്ന റെമ്യൂണറേഷനും ഇതിനകത്തുനിന്ന് കിട്ടുന്ന മോണിറ്റൈസേഷൻ ബെനിഫിറ്റ്സിനും വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു പ്രയോറിറ്റി ഉണ്ട്. അതായത് വ്യൂവേഴ്സിനെ പുള്ളി ചെയ്യുക എന്നുള്ളത്. വ്യൂവേഴ്സിനെ പുള്ളി ചെയ്യാതെ ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ സ്വന്തമായിട്ട് പ്ലേ സ്റ്റേഷൻ മേടിച്ചിരുന്ന് ഒറ്റയ്ക്ക് കളിച്ചാൽ പോരെ? ഞാൻ ഗെയിമറാ, എനിക്ക് ആരും ബോധ്യപ്പെടുത്തണ്ട. ഞാൻ ഒരു ഹാർഡ് കോർ ഗെയിമറാ, ഞാൻ ഇറങ്ങുന്ന എല്ലാ ഗെയിംസും കളിക്കും, ഞാൻ എല്ലാം കളിക്കും എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ഗെയിം കളിച്ചാൽ പോരെ ബ്രോ? അതിൽ കാര്യമില്ല. ഗെയിമിങ്ങിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ അവൻ ഒരു ഗെയിമിംഗ് സ്ട്രീമറാ, അല്ലാതെ അവൻ IRL സ്ട്രീമർ അല്ല, അല്ലെങ്കിൽ അവൻ ഒരു നോർമൽ സ്ട്രീമർ അല്ല, അത് ഗെയിമിംഗ് സ്ട്രീമറാ. അത് മനസ്സിലാക്കാനുള്ള ബേസിക് ബോധവും ബുദ്ധിയും കാണിക്കണം. പക്ഷെ ഒരു ഡിസ്റെസ്പെക്റ്റും ഇല്ല. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാ ഗെയിംസും കളിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ബീസ് ബ്രോയെ പോലെ, മറ്റേ P4 പ്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, പുള്ളിയൊക്കെ പോലെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവര് ഗെയിമർ ആണ് എന്ന് വിചാരിച്ച് ബാക്കി 1-2 ഗെയിംസോ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ഗെയിംസ് മാത്രം ഗ്രൈൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദഫക്കനെയൊക്കെ നോക്ക്, കോമ്പറ്റേറ്റീവ് ഗെയിംസ് മാത്രം അവർ കൂടുതൽ ഗ്രൈൻഡ് ചെയ്യാന്നുള്ളത് എന്ന് പറഞ്ഞാൽ അവർ ഗെയിമേഴ്സ് അല്ലേ? ഇവൻ എന്താ നമ്മുടെ ഗെയിം തെറാപ്പിസ്റ്റ്, ഇങ്ങനെ കുറെ പേരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സോ ഇതിന് നീ എടാ പിണ്ണച്ചു പിന്നെ നീ എല്ലാം തൊപ്പിയുടെ അവനെ സപ്പോർട്ട് ചെയ്യുന്ന അവരാ പിണ്ണച്ചു. ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യണ ഇതാണെന്നാണോ നിന്റെ വിചാരം? കഴിഞ്ഞ ദിവസം നീ ഇങ്ങനെ അല്ലല്ലോടെ വന്ന് പറഞ്ഞ ചാറ്റില്, പറഞ്ഞേ തൊപ്പി വന്ന് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ എന്റെ കരിയർ എൻഡ് ആയി പോവും എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഇപ്പൊ എന്താ ഞാൻ തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളായോ? ബ്രോ, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി റേജ് വെയിറ്റിന്റെ പുറത്ത് എന്നെ കൊണ്ട് വേറെ ഒന്നും പറയിക്കണ്ട. എനിക്ക് ഇത്രയും കാര്യങ്ങളെ ഇതിനകത്ത് പറയാനുള്ളൂ ഗൈസ്. മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാക്കാം. ഇതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. MRC എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനിലുള്ള 2 പേർക്ക് അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് എൻ്റെ ലൈവിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞത്. മനസ്സിലായോ? ഇന്ന് എൻ്റെ ലൈവിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞത് അവര് അശ്വിൻ ചേട്ടനൊക്കെ അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ഒരാളല്ല. അതുകൊണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് ബാക്കി ഡിസിഷൻസ് അവരെടുക്കും. ഈ ടാഗിൽ ഇനി പോക്കൃത്തരം കാണിക്കാൻ സമ്മതിക്കത്തില്ല. നീയൊക്കെ ഇത് ഗോകുവിന്റെ ലൈവിൽ പറഞ്ഞപ്പോൾ അതിന്റെ അടിയിൽ കമന്റ് സെക്ഷനിലൊക്കെ വരുന്നുണ്ടായിരുന്നു, ഈഗിൾ മെയിൻ ആവാൻ നോക്കുക. അതാണ് മെയിനാടാ, അതേ മെയിനാടാ, MRCയുടെ മെയിൻ ആണടാ. ഞാൻ എന്റെയൊക്കെ എല്ലാ അണ്ണന്മാരും കയറുന്നതിന് മുമ്പേ എന്റെ തലയ്ക്ക് മേഖലയിൽ കയറിയ പേരാടാ അത്. നീയൊന്നും ആ സമയത്ത് ചിലപ്പോൾ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. 8 വർഷം മുമ്പ്. നിനക്കൊക്കെ ഇപ്പൊ 8 വയസ്സോ 9 വയസ്സല്ലേ ഉള്ളൂ. ആ സമയത്ത് കൈക്കുഞ്ഞായിരുന്നു നീ. അല്ല, ആ സമയത്ത് ഇവന്മാര് കൈക്കുഞ്ഞായിരുന്നു ജോക്കി. അതാ മനസ്സിലാവാത്തത്. കൈക്കുഞ്ഞായത് സമയത്ത് ഇതൊന്നും തിരിച്ചറിയാനുള്ള ബോധമില്ലല്ലോ. ഇപ്പൊ 8 വയസ്സോ 9 വയസ്സായപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായി. ആ സമയത്ത് ഞാൻ MRCയിൽ ഉണ്ടായിരുന്നു. ജെട്ടി പോട്ട് ടയർ ഓട്ടിട്ട് ഇരുന്നിരുപ്പാണ്ടാ. അതെ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, അത്രേ ഉള്ളൂ പറയാൻ. ഇതൊന്ന് പറയണം തോന്നി. ദാറ്റ്സ് ഇറ്റ്. കുറച്ച് പേര് ഉള്ള മറുപടി ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നു. ബാക്കി ഈ നടന്ന ഇപ്പൊ 2 ദിവസമായിട്ട് നടന്നതിനൊന്നും മറുപടി പറഞ്ഞ് മറ്റേ ഇതാക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കല്ല, അത് കേരള പോലീസിനാണ്. അവരത് ഏറ്റെടുത്ത് ചെയ്യണം. അവർ ഏറ്റെടുത്ത് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അത്രേ ഉള്ളൂ. കോൺട്രവേഴ്സി കേൾക്കാൻ വന്നവർക്കൊക്കെ പോവാം. എനിക്ക് സമാധാനം വേണം. കോച്ച് ജോക്കി, എന്താ പരിപാടി? എന്തോ പരിപാടി ഒന്നുമില്ല. ഓട്ടുപോമാ നമുക്ക് വണ്ടി ഓടിക്കുന്നു. അതെ. ഇല്ല ഗൈസ്, ഞാൻ RP കയറത്തില്ല. ഞാൻ RP കയറത്തില്ല. ഞാൻ നാളെ തൊട്ട് മറ്റേ ജെയിംസ് ബോണ്ട് സ്ട്രീം 2 ദിവസം ചെയ്തതിന് ശേഷം ഞാൻ RP കയറത്തുള്ളൂ. ഈ മൈൻഡ് സെറ്റ് ഇല്ല, RP കയറാനുള്ള മൈൻഡ് സെറ്റ് ഇല്ല സത്യമായിട്ട്. എന്താ ചോക്കി? ആർക്കും ഇല്ല ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് RP കയറാനുള്ള മൈൻഡ് സെറ്റ്. സൈക്കോ എന്തിനാ പറയണ ചാറ്റില്? സൈക്കോ എന്ത് ചെയ്താലും സൈക്കോ ഒന്നും വലിച്ചിടല്ലേ ദൈവം ഇതിനകത്തോട്ട്. സൈക്കോ ഒരു വീഡിയോ ഇട്ട് ഇൻസ്റ്റയിൽ, അതാ പറയണത്.
എടാ അത് അതിനെ കുറിച്ചൊന്നല്ല. അതിനെ കുറിച്ചൊന്നും അല്ല പറഞ്ഞേ, സൈക്കോടെ വീഡിയോ പിടിച്ചുപറ്റിയൊന്നും അല്ല പറഞ്ഞത്. ഞാൻ അതിനെ പറ്റിയൊന്നും അല്ല പറഞ്ഞേ. സൈക്കോ വീഡിയോ ഇട്ടത് എന്താ സ്ട്രീമിങ്ങിന്റെ ശൈലി മാറി മറ്റേ ഇത് കളി കേൾക്കുന്നില്ല. അത് അതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞേ, പുള്ളിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതിനെ പറ്റി അല്ല പറഞ്ഞേ. ബ്രോ ഡിസ്കോഡ് ചെയ്യാൻ നോക്കുന്നില്ല ബ്രോ. ഡിസ്കോഡ് എടുത്താലും ഈ പറയണ കുറെ ഇഷ്യൂസ് മാത്രമായിരിക്കും അവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത്, മനസ്സിലായ? എനിക്ക് അതിനോട് താല്പര്യമില്ല. എനിക്ക് അതിനോട് ഇപ്പൊ ഈ ഒരു സമയത്ത് സംസാരിക്കാനുള്ള താല്പര്യമില്ല. എല്ലാം അതായിരിക്കും, മൊത്തം അതും ഇതും എല്ലാം ആയിരിക്കും കൊണ്ടുവന്നിട്ടേക്കുന്നത്, മനസ്സിലായ? അതുകൊണ്ട് വെറുതെ ഡിസ്കോഡ് നോക്കിയിട്ട് വെറുതെ അനാവശ്യ കാര്യത്തിൽ അത് പോയി ഇടാനുള്ള താല്പര്യമില്ല. ഇന്ന് സ്ലോട്ട് മാറ്റിയിടണം അല്ലേ? ഇന്ന് പിന്നെ സ്ലോട്ടിലിടണം. കീരിയ സ്ലോട്ടിലിടണം. മമ്മി വിളിക്കുന്നല്ലോ. ഹലോ, ലൈവ് ഇട്ടേക്കുവാണല്ലോ, ലൈവിലാണല്ലോ ഞാൻ. കിക്ക് എടുത്ത് നോക്ക്. ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടക്കുക, പെട്ടെന്ന് എടുത്ത് നോക്ക്. ശരി ശരി ശരി. മമ്മി ഇതൊന്നും ലൈവ് കണ്ടില്ലെന്ന് എന്തിന് പറയാൻ. ഇടാ എല്ലാരും സ്ലോട്ട് ഇടാ കേട്ടോളാം. നാളെ രാത്രി 12 മണി വരെ ഉണ്ട് കൈ സമയം. ചിൽ, സ്ലോട്ടിൽ ഇട്ടോളാം. ഞാൻ അത് മറ്റേ ഐഡി ഒക്കെ കോപ്പി ചെയ്യണം. മമ്മി മിസ് ചെയ്ത് കേട്ടോ. മമ്മി ഇത് മിസ് ചെയ്ത്. ആയി മമ്മി MRC സ്പ്ലിറ്റ് ആയി. ബ്രോ കുറ്റം പറയാൻ പറ്റത്തില്ല ബ്രോ, നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം എന്താ ഷെയ്ക്കൊക്കെ വീട്ടിൽ വന്നില്ലായിരുന്നോ? അന്നും ഷെയ്ക്കൊക്കെ ഈ പ്രശ്നങ്ങൾ അറിയുന്നതിന് മുമ്പ് MRCക്ക് വേണ്ടി സംസാരിച്ച ആൾക്കാരാ. ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ RP ഗ്യാങ്ങിനകത്തുള്ള അടിയും വഴക്കൊക്കെ അവിടെ നിന്നോട്ടെ. ഇനി അവർ ഗ്യാങ് തുടങ്ങിയാലും നമ്മൾ അടിയാവും, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഇങ്ങനൊരു സമയത്ത് ഫാമിലിയുടെ റെപ്യൂട്ടേഷൻ നോക്കി ആ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയ ആൾക്ക് അപ്രീസിയേഷനേ കൊടുക്കാനുള്ളൂ. എല്ലാവർക്കും ഗെയിം മാത്രമല്ല വലുത്, പുള്ളിക്ക് ഫാമിലി ഉണ്ട്, പുള്ളിക്ക് ഇനി കല്യാണം വരുന്നു. അതിനകത്ത് കോഹ്ലിയുടെ അവനും കല്യാണമൊക്കെ വരുന്നു, കാർത്തിക്കിന്, അതായത് മാക്കിന് അവനവന്റെ കല്യാണം വരുന്നു, അവന്റെ ഫാമിലി വരുന്നു. സോ ഇങ്ങനെ ഇത്രയും അലിഗേഷൻസ് ഉള്ള ഒരു ഗ്യാങ്ങിനെ റെപ്രസെന്റ് ചെയ്ത് കളിക്കാൻ എത്ര പേര് നിൽക്കും? ഇതിനെ നിങ്ങൾ RP വരുന്ന സെൻസിൽ എടുക്കല്ലേ, ഔട്ട് ഓഫ് ദ RP ഇതിന്റെ വെളിയിലോട്ട് തിങ്ക് ചെയ്യ്. അവന്മാര് ഈ ടാഗ് ഇട്ട് വെളിയിൽ നടക്കുമ്പം വെളിയിൽ MRC ഷെയ്ക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഉളിപ്പാണ് എല്ലാവർക്കും. ഇപ്പൊ അതിന്റെ ഓണർ പറഞ്ഞു കേട്ടോ, നിങ്ങള് അവൻ അത്ര ഹാർഡ് വർക്ക് ചെയ്ത് കൊണ്ടുവന്ന ഒരു സാധനത്തിന്റെ പേര് അവന്റെ തലയ്ക്ക് മുകളിൽ ഇപ്പൊ വെളിയിൽ ഈ പ്രശ്നങ്ങൾ വെച്ച് കേൾക്കുമ്പം അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ബ്രോ മനസ്സിലാക്കുക. അതൊക്കെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അതൊന്നും ഒരിക്കലും ഒരു സ്പ്ലിറ്റപ്പിന്. ഞാൻ ഷെയ്ക്കിന്റെ ഇന്നത്തെ സ്റ്റോറിയും കണ്ടായിരുന്നു, ഈഗോ ആണെന്ന് എന്തോ ആരോ ലൈവിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഉള്ള സമയത്ത് അവരൊക്കെ എന്തോരം നമുക്ക് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ആ MRCക്ക് വേണ്ടിയിട്ട് നമ്മളടക്കം ഞാനടക്കം എന്തോരം അവരാധിച്ചിട്ടുണ്ട് പുള്ളിയൊക്കെ. അതൊക്കെ പുള്ളി കേട്ടോണ്ടിരുന്നില്ലേ ഇത്രയും നാള്? അല്ല ഇത്രയും നാള് കേട്ടോണ്ടിരുന്നില്ലേ? അതിന്റെ നന്ദിയെങ്കിലും കാണിക്കുക നിങ്ങൾ MRC ഓഡിയൻസ് ആയിട്ട് നിന്നവന്മാര്. എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം പോയെന്ന് പറഞ്ഞിട്ട് പുള്ളിയെ പോയിട്ട് അവരാധിക്കാതെ. ഈ MRCക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ തെറിവിളി കേട്ടിട്ടുള്ള 2 പേരാണ് അവര്. ഏറ്റവും കൂടുതൽ പറയാതിരിക്കാൻ വയ്യ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ നന്ദിയെങ്കിലും കാണിക്കും തിരിച്ച്. അവർ പുള്ളിയുടെ ഫാമിലി കൺസേൺ ആയിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അത് റെസ്പെക്ട് ചെയ്യാനുള്ളൊരു ബേസിക് ഇത് കാണിക്കും. അപ്പൊ നമുക്ക് കുറച്ചു നേരം വണ്ടി ഓടിച്ചാലോ? എന്ത് പറയുന്നു?